തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചൊല്ലി സിപിഎമ്മിൽ തർക്കം. PS പ്രശാന്തിനെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ദേവസ്വം മന്ത്രി VN വാസവനും ഒരു വിഭാഗം ഇടത് നേതാക്കൾക്കും അതൃപ്തി. എന്നാൽ മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടുകൂടി തുടർച്ചയായി രണ്ടാം വട്ടവും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് പ്രശാന്തിനെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കുമെന്നും CPM സെക്രട്ടേറിയറ്റിൽ ചർച്ച ഉയർന്നു. നേരത്തെ 3 വർഷ കാലാവധിയായിരുന്നു ദേവസ്വം പ്രസിഡന്റിന്റേത്. ഇടക്കാലത്ത് വെച്ച് 2 വർഷമാക്കി വെട്ടിച്ചുരുക്കി. P പ്രശാന്ത് രണ്ടാം തവണയും ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നതിൽ എതിർപ്പ് ഉയർന്നിരിക്കുകയാണ് CPM സെക്രട്ടേറിയറ്റിൽ. വീണ്ടും പ്രശാന്തിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കുമെന്ന് CPMിലെ ഒരു വിഭാഗം നേതാക്കൾ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. കോൺഗ്രസിൽ നിന്നും കാലുവാരി CPMിലേക്ക് എത്തിയ P പ്രശാന്തിനെതിരെ ആദ്യമേ തന്നെ CPMിൽ അമർഷങ്ങളുണ്ടായിരുന്നു. CPMിലെ നിരവധി നേതാക്കന്മാർ പ്രസിഡന്റ് ആവാൻ കുപ്പായം ധരിച്ചിരിക്കുന്ന വേളയിലായിരുന്നു പ്രശാന്തിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. മണ്ഡലകാലത്തെ പ്രവർത്തനങ്ങളും തന്റെ മറ്റു പ്രവർത്തനങ്ങളും മീഡിയ വഴി നേതാക്കന്മാരിലേക്ക് എത്തിക്കാൻ പ്രശാന്ത് നിരന്തരം ശ്രമിച്ചിരുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ NSSന്റെ പിൻബലവും ഈ അവസരത്തിൽ പ്രശാന്ത് നേടിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ പ്രശാന്ത് രണ്ടാമതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിൽ CPMിൽ വലിയ രീതിയിൽ എതിർപ്പുണ്ട്. SNDP വിഭാഗക്കാരനായ മന്ത്രി VN വാസവൻ പ്രശാന്തിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ സെക്രട്ടേറിയറ്റിൽ എതിർപ്പറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. മുൻപ് മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരനായ N വാസുവിനെയും K അനന്തഗോപനും പത്മകുമാറും കാലാവധി നീട്ടാൻ പരിശ്രമിച്ചുവെങ്കിലും അത് നടന്നിട്ടില്ല. എന്നാൽ P പ്രശാന്ത് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്ന സൂചനകൾ ലഭിച്ചതോടെയാണ് CPM സെക്രട്ടേറിയറ്റിൽ വലിയ രീതിയിൽ എതിർപ്പുയർന്നത്. ജനം, തിരുവനന്തപുരം.